മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടത്തിന് അർഹനായ കവിയാണ് ആശാൻ എന്ന് വിളിക്കുന്ന എൻ കുമാരനാശാൻ. അദ്ദേഹം ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന കവിയാണ്. ആശാൻ ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നു പാടിയ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഖണ്ഡകാവ്യമാണ് നളിനി. ഒരു സ്നേഹം എന്നുകൂടി ആ ഖണ്ഡകാവ്യത്തിന് പേരുണ്ട്. ഒരേ പാഠശാലയിൽ പഠിച്ചവരും കളിക്കൂട്ടുകാരുമായിരുന്നു നളിനിയും ദിവാകരനും. ചെറുപ്പത്തിലെ സ്നേഹം നളിനിക്ക് വളർന്നു വലുതായപ്പോൾ ദിവാകരനോട് പ്രണയമായി മാറി. ദിവാകരനാകട്ടെ ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നി ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിക്കാൻ പോയി. ദിവാകരനെ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്ന നളിനിക്ക് പിതാവ് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു. അതിൽ താൽപ്പര്യമില്ലാതിരുന്ന നളിനി തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സന്യാസിനി അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശ്രമത്തിൽ പാർപ്പിച്ചു. അങ്ങനെ 5 വർഷക്കാലം ആ സന്യാസിനിയോടൊപ്പം ചേർന്ന് അവൾ ഒരു സന്യാസിനിയായി തീർന്നു. അങ്ങനെ ആത്മവിദ്യ പഠിച്ച് സന്യാസിനിയായി തീർന്ന നളിനി വർഷങ്ങൾക്കു ശേഷം ഒരു പ്രഭാതത്തിൽ ഒരു തടാകക്കരയിൽ വെച്ച് ദിവാകരനെ കണ്ടുമുട്ടുന്നു. തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവൾ പറയുന്നതാണ് പാഠസന്ദർഭം. പാഠം പ്രിയദർശനം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹാ ദിഷ്ടമീ വടിവിയന്നു വന്നപോൽ ദൃഷ്ടനായിഹ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാൺക മൂലം അങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ധീരനായ യതി നോക്കി തന്നുതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയോടുഷസിൻ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതിപ്പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. പാരവും പരിചയവും കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. എന്നിൽ നിന്നണുവുമേൽക്കിലപ്രിയം നിന്നു കേഴുമയി കണ്ടിടുന്നിതേ. നിന്നിലീ പ്രണയചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. പോയതൊക്കെയഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വമറിവിന്നുമാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. ഓതുകിന്നിതഥവാ വൃഥാശുഭേ ഹേതു കേൾക്കുവതരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മനീതരായി ഏതു മാർഗമിയലാ ശരീരികൾ. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ.